കർത്താവ് പത്രോസിനോട് പൗലോസിനോട് ചോദിക്കും, പൗലോസ് നീ വിശ്വാസിയാണോ? പൗലോസ് പറയാതെ, ഞാൻ വിശ്വാസിയാണ്. ഞാൻ നല്ല പോർക്ക് ഒരു തോട്ടം തികച്ചു, വിശ്വാസം കാത്തൊരു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കർത്താവിനോട് പറയുന്നത് നിന്റെ നീതിയുടെ കിരീടം. അടുത്ത എന്നോട് കർത്താവ് ചോദിക്കും, നീ വിശ്വാസിയാണോ? അതെ. നീ എന്താ വിശ്വസിച്ചത്? ഓരോ ദിവസവും നീ എന്നെ നടത്തും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. ഓക്കെ, ഞാൻ നിന്നെ നടത്തിയല്ലോ, നടത്തി. എനിക്ക് രോഗം വന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയില്ല. ഞാൻ നിന്നോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, നീ സൗഖ്യം തന്നു. ഞാൻ വിശ്വസിച്ചു, സൗഖ്യം തന്നു. ഞാൻ വിശ്വസിച്ചു, എനിക്ക് ജോലി തന്നു. ഞാൻ വിശ്വസിച്ചു, എനിക്ക് ഉയർച്ച തന്നു. ഞാൻ വിശ്വസിച്ചു, എനിക്ക് നീ ഒരു വാഹനം തന്നു. ഞാൻ വിശ്വസിച്ചു, എനിക്കൊരു ഭവനം തന്നു. എൻ്റെ മക്കൾക്കെല്ലാം നല്ല ജോലി കൊടുത്തു. എല്ലാം ഞാൻ വിശ്വസിച്ചു, എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ ജീവിതം മുഴുവൻ ഒരു വിശ്വാസ ജീവിതമാണ് നയിച്ചത്. കർത്താവ് പറയും, ഓക്കെ ഫൈൻ, ഞാൻ അതെല്ലാം നിനക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ പോയിക്കോ. അപ്പൊ ഞാൻ ചോദിക്കും, നീതിയുടെ കിരീടം അത് നീ ഒരിക്കലും ചോദിച്ചിട്ടില്ല. നീ അന്വേഷിച്ചത് മുഴുവൻ തിന്നാനുള്ളതും കുടിക്കാനുള്ളതും അത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അന്വേഷിച്ചത് മുഴുവൻ നിന്റെ ജോലിയിൽ ഉയർച്ച, നിനക്ക് നല്ല വീട്, നിനക്ക് നല്ല സെറ്റിൽമെന്റ്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, ഇപ്പോഴിറങ്ങി വരുന്ന ദൈവം, നടുവിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. രോഗസൗഖ്യം, ക്യാൻസർ ആയിരുന്നു, അത് വിടുവിച്ചു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു. ക്യാൻസർ ഉണ്ടായി വിടുവിച്ചതിന് ഭയങ്കര സാക്ഷ്യം പറഞ്ഞു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആൾ മരിച്ചു. അതാരും മൈൻഡ് ചെയ്യുന്നില്ല. അത് കർത്താവിന്റെ അടുത്തേക്ക് ചേർത്തു. അൾട്ടിമേറ്റ്ലി ഒന്നും നേടുന്നില്ല. ഇത് നേടിയതായി നമുക്ക് തോന്നുന്നു. എല്ലാം ഈ ലോകത്തിലെ മായ കാഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, അടുത്ത സെപ്റ്റംബറിൽ വിടുതൽ, അടുത്ത നവംബറിൽ വിടുതൽ എന്ന് പറഞ്ഞ് ഈ മായ കാഴ്ചകളിലേക്ക് നമ്മൾ ചെന്ന് വീണ് എഴുന്നേറ്റ്, പിന്നെയും വീണ് എഴുന്നേറ്റ് ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് കർത്താവ് വരുമ്പോൾ പോകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്ക് ഒരു വലിയ പങ്ക് വിശ്വാസികളും വീണുപോയിരിക്കുന്നു. ഒന്നും നേടുന്നില്ല. നമ്മൾ ഈ ലോകത്തുനിന്ന് പോകും. അവസാനം കർത്താവിനോട് ചോദിക്കും, നീ നിന്റെ കാർ ചെറുതാണ്, ഇത്തിരി വലിയ കാറ് വേണമെന്നും പറഞ്ഞ് നീ പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്? പറയുന്നുണ്ട്. അത് നീ തരികയും ചെയ്തു. ഞാൻ അതിനുള്ള ലഡു ഞങ്ങളുടെ ചർച്ചിലെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു. അതിനൊരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് പ്രത്യേകിച്ച് വെച്ചായിരുന്നു നിങ്ങളുടെ വീട്ടിൽ. പാസ്റ്റർ വന്ന് ഈ കാറ് തന്ന ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്തിരുന്നു. അപ്പോ കർത്താവിക്ക്, നീ ആ കാർ ഇടിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത്. ശരിക്കും നീ പ്രാർത്ഥിച്ച എല്ലാം അങ്ങനെയായിരുന്നു. എല്ലാം അവിടെ കിടക്കും. മിനിസ്ട്രി ഉൾപ്പെടെ നമുക്ക് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിനിസ്ട്രി ഉൾപ്പെടെ ഒന്നും ഒരു വകയും നമുക്ക് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ചെയ്ത മിനിസ്ട്രിയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നു. കാരണം സ്വർഗത്തിൽ മിനിസ്ട്രി ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ് അവിടെ. അത് മിനിസ്റ്ററാണ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്നവർ ഏറിയ ന്യായവിധിക്കാണ് ചെല്ലുന്നത് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ. കാരണം ശുശ്രൂഷകരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ വരുന്നത്. അവരാണ് ഈ പഠിപ്പിക്കേണ്ടത്, പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ത്യകാലമാകുമ്പോഴേക്കും വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കര വിശ്വാസികളാണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ് വിശ്വാസം മാറിപ്പോയി എന്നുള്ളതാണ്. എന്തിനെയാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ മറന്നുപോയി. വാട്ട് ഷുഡ് വി ട്രൂലി ഹോൾഡ് ഓൺ ടു? വാട്ട് ഷുഡ് വി ട്രൂലി ബി വറീഡ് അബൌട്ട് ഓർ കൺസേൺഡ് അബൌട്ട് എന്നുള്ള ഒരു കാര്യം മറന്നുപോയി. നമ്മൾ വിചാരിച്ചു ലോകം നന്നായി വരിക. ഈ പ്രവാചകന്മാർ പറയും തോറും നമുക്ക് അങ്ങനെ തോന്നി, അടുത്ത വർഷം ഭയങ്കര വർഷമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത മാസം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇയർ ബൈ ഇയർ ആസ് വി ഗോ ഓൺ, ദിസ് വേൾഡ് ഈസ് ഗോയിങ് ടു ഇംപ്രൂവ്. The world is going to give us better rewards. നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി ജീവിക്കുന്ന എങ്ങനെയോ നമുക്ക് തോന്നുവാണ്. പക്ഷെ സഹോദരങ്ങളെ, നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ഒരു മണൽ ഗോപുരത്തെയാണ്. ഇത് കൈയുടെ ഇടയിലൂടെ ഊർന്നു പോകുന്ന, ഉണ്ട് എന്ന് വിചാരിക്കുന്നതോറും ഇല്ലാതായി പോകുന്ന, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മണൽ കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടത്തെയാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര നിസ്സാരമാണിത് ഈ ലോകം. പക്ഷെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നത്, ഇന്ന് നമ്മൾ മരിച്ചു പോയാൽ, അല്ലെ കർത്താവ് വന്നാൽ നിത്യതയിൽ ഉണ്ടാകുമോ നമ്മൾ എന്നുള്ള ചോദ്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾക്ക് ഒരു വിടുതലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നു, ഒരു രോഗം വന്ന് ഞാൻ മരിച്ചു പോയാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ അടുത്തേക്കാണ്. രോഗങ്ങളില്ലാത്ത, കരച്ചിലില്ലാത്ത, പട്ടിണിയില്ലാത്ത, വേദനകളില്ലാത്ത കർത്താവിൻ്റെ മടിയിൽ ഇരുന്ന്
എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതിന് ഞാൻ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? വൈ ഷുഡ് ഐ ബി ബോതേർഡ് അബൌട്ട് ദാറ്റ്? ആരെങ്കിലും കരയോ, അയ്യോ എന്നെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുപോകല്ലേ, എന്നെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥ ആലോചിച്ച് ഹൗ ഹൊറിബിൾ ദാറ്റ് വിൽ ബി. നമ്മൾ ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം അനേകം ആളുകൾ മരിച്ചു, അനേകം ആളുകൾ ആശുപത്രി കിടക്കുന്നു. എന്നെ മാത്രം ജീവനുള്ളവരുടെ ദേശത്ത്, എന്നെ മാത്രം എന്ന് പറയുന്നില്ലെങ്കിലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും എന്താ പ്രാർത്ഥിക്കുന്നറിയോ? കർത്താവ്, അനേകം വിശുദ്ധന്മാരെ നീ നിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും, അത് നന്ദി എത്ര വൈബ്രേഷനിൽ പറഞ്ഞാലും നമുക്ക് മടുക്കാറില്ല. കാരണം അത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തലയുണ്ട് ജീവനോടെ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ മതം വിട്ട്, മറ്റു മതങ്ങൾ വിട്ട്, സഭകൾ വിട്ട് ഇതിനകത്തോട്ട് വരുന്ന എന്തിനാണ്? എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം? ആർ വി റിയലി ബിലീവേഴ്സ്? ഞാൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതോടൊപ്പം ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴോ നിങ്ങൾ ഒരിക്കലും എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. നിങ്ങളൊരു ജാതീയനായ മനുഷ്യനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അയാളുടെ ജോലി ശരിയാവാൻ വേണ്ടിയും അയാളുടെ ജീവിതം ശരിയാവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന് നമുക്ക് എന്താ ആവശ്യമെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് നമ്മൾ അത് വെച്ച് പിടിച്ചു വെച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം ഗോഡ് നോസ് വാട്ട് വി നീഡ്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നോട് വന്നിട്ട് പറയാണ്, പപ്പ എനിക്ക് നാളെ കോളേജിൽ ഫീസ് അടയ്ക്കണം, എൻ്റെ പൈസ ഉണ്ട്. ഞാൻ പറയാം അടയ്ക്കാം. അല്ല എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം, ഞാൻ പറയാം അടയ്ക്കാം, തരാം. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വന്ന്, പപ്പ നാളത്തെ ഫീസ് ഞാൻ അടയ്ക്കാം, അടച്ചോളാം. അരമണിക്കൂർ കഴിഞ്ഞു, പപ്പ അറിയാലോ നാളെ ഫീസ് അടയ്ക്കാം. പിന്നെ ഞാൻ പിന്നെ നോക്കിയപ്പോ ഈ കൊച്ചകത്ത് പോയിരുന്നിട്ട് പപ്പ നാളെ ഫീസ് അടയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. വൈകിട്ടായപ്പോ പിന്നെയും ചോദിക്കുക, പപ്പ നാളത്തെ ഫീസ്. അപ്പൊ എനിക്ക് ദേഷ്യം വരും. കാരണം എന്താ? എന്നെ വിശ്വസിക്കുന്നില്ല, നോട്ട് ട്രസ്റ്റിംഗ് മീ. പിന്നെയും ചോദിക്കാൻ കാരണം എന്താ? ദർ ഇസ് നോ ട്രസ്റ്റ്. ദൈവം എനിക്ക് ആഹാരം തരാതെ പോകും, ദൈവം എന്നെ വഴിയിൽ വിട്ടു പോകും, ദൈവം എന്റെ ജോലി ഇല്ലാതാക്കി കളയുമോ, ഈ ദൈവം എനിക്ക് പ്രൊമോഷൻ തരാതിരിക്കും. ഈ കൺസേൺസ് കാരണം, ഉപജീവന ചിന്തകൾ കാരണം നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും മുഴുവൻ ഈ ഉപജീവന ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ്. വിഷയങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ ഉപജീവന ചിന്തകളെ ബേസ് ചെയ്തിട്ട് കർത്താവ് പറയാണ്, ഇതും വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് കാതലായത് നഷ്ടപ്പെട്ടു പോകും. വാട്ട് ഈസ് റിയലി വാല്യുബിൾ അത് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രാജ്യവും നീതിയും മാത്രം അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ എനിക്കറിയാമെന്ന് തരാൻ. അതിന്റെ പുറകെ ഞാൻ നടക്കേണ്ട കാര്യം. ഇന്ന് വിശ്വാസികൾ മുഴുവൻ നടക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അത് ദൈവത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്, ദൈവത്തിലുള്ള അവിശ്വാസവുമാണ്. വീണ്ടും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ മകൻ വന്ന് 25 പ്രാവശ്യം നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് എന്നിൽ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഞാൻ തരാതെ പോകുമെന്ന് സംശയിക്കുന്നത് കൊണ്ടാണ്. ശരിക്കുമുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്, കർത്താവിലുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന ചിന്തകളിലാണ് ഇരിക്കുന്നതെങ്കിൽ യു ആർ ഈവൻ നൗ ഇൻസെക്യൂർ. കാരണം നിങ്ങൾക്ക് അവിടെ ഒന്നും ഒരു ഉറപ്പില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഒരു പിതാവെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുമ്പേ പിതാവ് അറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആ വിഷയങ്ങളെല്ലാം വിടാം, ഇതിനെക്കുറിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമേ ഇല്ല. എന്തെങ്കിലും ഒരു ആങ്സൈറ്റി വരുവാണെങ്കിൽ മാത്രം കർത്താവിനെ പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് ആകുലചിന്ത വരുന്നുണ്ട്, എന്നെ സഹായിക്കണേ. ഈ ആകുലചിന്ത നിന്നിലുള്ള അവിശ്വാസമാണ്, അതുകൊണ്ട് എന്നെ ഇതിനകത്ത് രക്ഷിക്കണമെന്ന് മാത്രം പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഈ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരാതിരിക്കുമോ? ഉറപ്പായിട്ടും തന്നു. കർത്താവ് പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കിനോ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയെ ഞാൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിതാവെന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാതിരിക്കും. ഇത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അവകാശം ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്റെ കൊച്ചനോട് ഒരിക്കലും പറഞ്ഞു. അപ്പൊ ഞാൻ അവന് കൃത്യമായിട്ട് ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്നേക്കാളും എത്രയോ നല്ലവനും കരുണാ സമ്പന്നമായ ദൈവവും അവന്. പക്ഷെ നമ്മളെ ആവശ്യം ചിന്തിക്കുന്നൊന്നും അല്ല, ദൈവത്തിന് ആവശ്യം തോന്നുന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ മിക്കവാറും അതൃപ്തരാണ്, വീണ്ടും പിടിച്ചു വെച്ച് നിലവിളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ദൈവരാജ്യം അതിന്റെ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനകത്ത് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ രാജ്യം, മറ്റൊന്ന് അവന്റെ നീതി.
ഇത് രണ്ടും ഞാൻ പ്രത്യാശയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൗ ഹോപ്പ്ഫുൾ ആർ റിയലി വി ആർ? ഹൗ ഹോപ്പ്ഫുൾ ആർ വി? എന്ത് പ്രത്യാശയാണ് നമുക്കുള്ളത്? ആർ വി ഷുവർ, കോൺഫിഡന്റ് അബൌട്ട് അവർ ഹെവൻലി ജേണി? നമുക്ക് കർത്താവ് തന്ന വാഗ്ദത്തങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ ഈ രണ്ട് വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം, അതിന്റെ നീതി. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ്. ഗോഡ് ബിക്കംസ് അവർ കിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയാനകമായ ഒരു സിറ്റുവേഷൻ. ദൈവത്തെ നിങ്ങളുടെ രാജാവാകുവാൻ റിയലി അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെ പോലെ സ്വർഗത്തിൽ ഡെമോക്രസി ഒന്നും അല്ല ഉള്ളത്. ദൈവം പരമാധികാരിയായ രാജാവാണ്. അവന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നു വരാം. ബട്ട് വൺസ് യു അക്നോളജ് ഹിസ് കിങ്ഷിപ്പ്, അവൻ രാജാവാണെന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നാമത് നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്വമാണ്. വി ആർ നോ മോർ കിങ്സ്, വി ഹാവ് എ കിങ്. ഒരു രാജാവ് നമുക്കുണ്ട്. ആ രാജാവിന്റെ കീഴിലേക്ക് വരുന്നതിനാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രാജാവിന്റെ കീഴിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പോയി. രാജാവാണ് തീരുമാനിക്കുന്നത് വാട്ട് ഷുഡ് വി ഹാവ് ഓർ വാട്ട് വി ഷുഡിന്റ് ഹാവ്. ഇത് വലിയൊരു മരണമാണ്. വി ഡൈ ടു അവർ സോൾസ്. അതിനെയാണ് തന്നെത്താൻ ത്യജിച്ച് എന്ന് വേദപുസ്തകം പറയുന്നത്. ബിക്കോസ് when the Lord becomes your king, you are no more the decision maker. ഞാൻ ഇല്ലാതാവുകയാണ്. I die on the cross. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ബിക്കോസ് എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരം. ഇത് വലിയൊരു പ്രസ്താവന. അപ്പൊ ദൈവത്തിന്റെ രാജത്വത്തിലോട്ട് നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ രാജാവ് എന്ന് പറയുന്നു അത് മതി എന്നുള്ളതിലേക്ക് നമ്മൾ വരികയാണ്. വി ബിക്കം സാറ്റിസ്ഫൈഡ് ഇൻ ദ ലോർഡ്. നമുക്ക് കർത്താവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് സാറ്റിസ്ഫാക്ഷനായി മാറുകയാണ് ആ രാജത്വം എന്ന് പറയുന്നത്. നിക്കോദമോസ് ഒരിക്കലും വന്ന് കർത്താവിനോട് ഈ സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുകയില്ല. എന്നിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആരും അറിയുന്നില്ല. എന്നാൽ അതിന്റെ ശബ്ദം നീ കേൾക്കും, അല്ലാതെ എവിടെ നിന്ന് വരുന്നുവെന്ന് എങ്ങോട്ട് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിച്ചവരെല്ലാവരും ഈ കാറ്റ് പോലെ ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിൽ ഈ വീണ്ടും ജനിച്ച് നമ്മൾ കാറ്റ് പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് കർത്താവ് നിക്കോദമോസിനോട് പറഞ്ഞത്. അപ്പം വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ്റ് പോലെയാകുന്ന, അതായത് ദൈവത്തിന് എങ്ങോട്ട് വേണമെങ്കിലും നമ്മളെ തിരിക്കാവുന്ന, നിയന്ത്രിക്കാവുന്ന, സെറ്റിലാകാതെ എവിടെയും മൂവ് ചെയ്യാൻ പറ്റുന്ന, എന്തും കേൾക്കാൻ പറ്റുന്ന, കർത്താവിന് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന, ആത്മാവിന് എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നതാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഐ ആം ബോൺ ആസ് എ ന്യൂ പേഴ്സൺ, ടോട്ടലി കൺട്രോളബിൾ ബൈ ഗോഡ്. ദൈവത്തിന് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാറ്റ് പോലെ. ഇപ്പൊ കാറ്റ് പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് നാളെ ഇന്ന സ്ഥലത്ത് കാണണം നിർബന്ധമൊന്നുമില്ല. ഗോഡ് ക്യാൻ ഡിസൈഡ്. എപ്പോ അണഞ്ഞു പോകണമെന്നും നിർബന്ധമില്ല. ദൈവത്തിന് തീരുമാനിക്കാം. എങ്ങനെ വീശണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ദൈവത്തിന് തീരുമാനിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എത്ര നാൾ വീശുന്നു നമ്മൾ അറിയുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് അൺസേർട്ടൺ ആവും. കാരണം എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൻ എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. സോ ഐ അബാൻഡൺ മൈ പർസ്യൂട്ട്സ്. ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇത് എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ് ബൈ ഹിസ് ഹാൻഡ്. അപ്പോൾ ദൈവത്തിന്റെ കൈകളാൽ ദൈവം എന്നെ പിടിച്ചിരിക്കുന്ന കയ്യിൽ തന്നെ ഞാൻ തൃപ്തനാണ്. ഒരപ്പന്റെ കൈ പിടിച്ചിരിക്കുന്ന കൊച്ചിനെ അപ്പൻ എങ്ങോട്ട് കൊണ്ടുപോകും, ദൈവമേ നല്ല സ്ഥലത്ത് എത്തിക്കോ ഈ അപ്പൻ എന്ന് ചിന്തിക്കുന്നത് ആലോചിച്ചെങ്കിൽ ദാറ്റ് വിൽ ബി ഹൊറിബിൾ, റൈറ്റ്? അപ്പനെ അവിശ്വസിക്കുന്ന പോലെ ഇരിക്കും. അപ്പം കാറ്റ് പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിന് സാധാരണ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ കുറിച്ചാണ്. അദ്ദേഹം കാനഡയിൽ ഒരു നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്
അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അതുപോലെ അനേകം പ്രതിസന്ധികൾ, കടം, ലോൺ, 15 ലക്ഷത്തോളം ലോൺ, ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുള്ള സമയത്താണ് അദ്ദേഹം കാനഡയിൽ ഒരു ജോലി കിട്ടുന്നത്. നമുക്കറിയാം എത്ര പ്രാർത്ഥിച്ച് കർത്താവ് എന്താ പറയുക, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര മിറക്കിൾ, അത്ഭുതകരമായ മിറക്കിൾ എന്താണ് ഈ കാനഡയിൽ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ പത്രോസിനെ നോക്കിക്കഴിഞ്ഞാൽ രാത്രി മുഴുവൻ 2 മണിക്കും 3 മണിക്കും ഒക്കെ അവൻ മീൻ പിടിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും രാത്രി 3 മണിക്ക് ഉറങ്ങാൻ പോകാതെ മീൻ പിടിക്കുന്നത്? അത്ര പൈസക്ക് നീടുള്ളതുകൊണ്ട്. രാത്രി മുഴുവൻ അധ്വാനിക്കണമെങ്കിൽ 10 മണിയാകുമ്പോൾ നിർത്തി പോകാതെ രാത്രി മുഴുവൻ വല വീശണമെങ്കിൽ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ഉറങ്ങാതെ വീണ്ടും വീണ്ടും ഇല്ല ഇല്ല എന്ന് ബോധ്യമായിട്ടും പിന്നെയും പിന്നെയും വല വീശണമെങ്കിൽ അത്ര ഇല്ലായ്മയുണ്ട്, അത്ര കഷ്ടതയുണ്ട് വീട്ടിൽ, അത്ര ഞെരുക്കമുണ്ട്. ഈ മീൻ കിട്ടിയേ പറ്റൂ. ഒന്നെങ്കിൽ ഒന്ന്. രാത്രി പുലർച്ചെ 5 മണിയായി ഉറക്കം വരുന്നുണ്ട്, ഫൈറ്റ് ചെയ്ത്. എന്നിട്ട് കർത്താവ് വരുമ്പോഴും ആ പടകിൽ തന്നെ ഉണ്ട്, വീട്ടിൽ പോയിട്ടില്ല. ഒന്ന് പോയി കിടന്നേക്കാന്ന് വിചാരിച്ചിട്ടില്ല, ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ തയ്യാറാണ്. അത്ര നിരാശനും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പത്രോസ് നിൽക്കുന്നത്. ഈ മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ലോൺ പ്രതിസന്ധി. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു വലിയ രീതിയിൽ അങ്ങ് മാറ്റി. ഏതാണ്? ഭയങ്കര ഒരു മീൻപിടുത്തം അവിടെ നടന്നു. നമ്മൾ നോക്കിയ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ കടം മാറി, അമ്മയുടെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളതായി, എല്ലാം സെറ്റിലായി, ഒരു വീട് വെക്കാനുള്ളതായി. കാരണം നല്ല സാലറിയിലാണ് പുള്ളി പഠിച്ച അതേ പ്രൊഫഷനിലാണ് ജോലി കിട്ടിയത്. ചുമ്മാ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ജോലിയല്ല. അതുപോലെ തന്നെ പത്രോസും ഭയങ്കര മീൻപിടുത്തം. ശരിക്കും പത്രോസ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ രീതി നോക്കിക്കഴിഞ്ഞാൽ 1 മാസം ജീവിക്കാനുള്ള പണം ഒറ്റ മീൻപിടുത്തത്തിൽ. പ്രശ്നങ്ങളെല്ലാം തീർന്നു നമ്മൾ വിചാരിക്കുന്നത്, എല്ലാം തീർന്നു. പക്ഷെ പത്രോസിന്റെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എത്ര മീൻ കിട്ടി, ഏത് മീനായിരുന്നു, മത്തിയായിരുന്നു, അയലയായിരുന്നു, നെന്മീനായിരുന്നു, ഒന്നും അറിയത്തില്ല. അവനത് മൈൻഡ് ചെയ്തില്ല, ഒരെണ്ണം പോലും എടുത്തില്ല. നമ്മളെപ്പോലെ പറഞ്ഞില്ല, ഈ 100 മീനിൽ 10 മീൻ കർത്താവെ നിനക്കുള്ളതാണ്, ബാക്കി 90 വിത്ത് വൈബ്രേഷൻ ഞാൻ കൊണ്ടുപോവുകയാണ്. നാളെയും പടകിൽ മീൻ പിടിക്കാൻ വരും. നീ എന്റെ പടകിലുണ്ടെങ്കിൽ നിനക്ക് നാളെയും 10% മീൻ ഞാൻ തരുന്നതായിരിക്കും. നമ്മുടെ വിശ്വാസം. നമ്മൾ കർത്താവിനോട് എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു 10% കർത്താവിന് മുമ്പിലേക്ക് വെച്ചിട്ട് മോഹിപ്പിക്കുക കർത്താവിനെ. കർത്താവെ കണ്ടോ, ഈ 100 മീൻ നീ എനിക്ക് തന്നപ്പോ അവന് 100 മീൻ കൊടുത്തിട്ട് ഒന്നും നിനക്ക് കിട്ടിയില്ലല്ലോ, ഞാനിതാ 10 മീൻ നിനക്ക് തരുന്നു, നിനക്ക് ഇനിയും വേണമെങ്കിൽ എന്നെ നീ മുതലാളിയാക്കി. ഇതാ നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. കൊടുത്താൽ കിട്ടും. കർത്താവ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പത്രോസ് എന്താ ചെയ്യുന്നറിയാം? ആ ദാരിദ്ര്യവും വിശപ്പും മറന്നിട്ട്, വീട്ടിലെ ആവശ്യങ്ങൾ മറന്ന് 5 മണി വരെ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചെല്ലാം മറന്നിട്ട്, ആ മീൻ അത്രയും വലിയ കൊയ്ത്ത് കിട്ടിയ ആ സമയത്ത് തന്നെ അതെല്ലാം വിട്ടിട്ട് ഒന്നും അന്വേഷിച്ചില്ല, വീടിനെ കുറിച്ചും ചിന്തിച്ചില്ല, ഒന്നും. കർത്താവ് പറഞ്ഞു, മോനെ എൻ്റെ കൂടെ പോരെ. ഇറങ്ങി പോയി. അതവിടെ കിടക്കുന്നു. വീടിന്റെ സാഹചര്യം എന്തായി അറിയാൻ മേല, എന്തായി അറിയത്തില്ല. ഇതാണ് കാറ്റ്. എവിടുന്ന് വരുന്നെന്ന് എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. ധൈര്യം ഉണ്ടോ? ധൈര്യം നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഉപജീവന ചിന്തകളിൽ ഉരുണ്ട് കളിച്ച് നടക്കുക. നമുക്ക് ധൈര്യം നഷ്ടപ്പെടുക ചെയ്യുന്നു ഓരോ സമയം ചെല്ലുന്നതോറും, കേട്ട് കണ്ട്. പക്ഷെ പത്രോസ് പോയി, ആള് പോയി. അപ്പൊ ഇത്രയും വലിയ അനുഗ്രഹം നമ്മുടെ കൺവെൻഷൻ പ്രസംഗങ്ങളില് കർത്താവ് നിന്റെ പടകിലുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് എന്ത് കാര്യം? കർത്താവ് പടകിൽ വന്നിട്ട് എന്ത് കാര്യം? അത് അവിടെ തന്നെ വിട്ടിട്ട് അവൻ പോയി. എൻജോയ് ചെയ്യുന്നില്ല. അത് ബൈബിൾ നോക്കിയാൽ നമുക്കറിയാം, പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ അഭിഷേകം ആരുടെ എല്ലാം മുകളിൽ ഉണ്ടായിരുന്നോ അവർക്ക് ആർക്കും ലോകത്തിൽ ഒന്നും കിട്ടിയില്ല, ഒരു വകയും കിട്ടിയില്ല. കിട്ടിയതും വേണ്ടെന്ന് വെച്ചു. ഹാബേൽ നല്ലൊരു യാഗം കഴിച്ച് അന്ന് തന്നെ വെച്ചു, ഒന്നും കിട്ടിയില്ല. ഒരു ദിവസത്തെ ആയുസ് പോലും കിട്ടിയില്ല. അത്രയും നല്ല യാഗം കഴിച്ച ഒരാൾക്ക് ഒറ്റ ദിവസം പോലും ജീവിക്കാൻ പറ്റിയില്ല. ആലോചിച്ചു.
ചില ആൾക്കാർ പറയുന്നത് പഴയ നിയമം മുഴുവൻ ഇങ്ങനെ ലോകമാണ്. ഒന്നുമല്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അഭിഷേകമുള്ളവർ, അതായത് പുതിയ നിയമത്തിൽ നമ്മൾ എബ്രായ ലേഖനം 11 പറയുന്ന ആളുകൾ, വാഗ്ദത്തം സ്വീകരിച്ച ഒരാൾക്കും ഒരു നന്മയും കിട്ടിയില്ല. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പങ്കാൾക്കാർ, ഒന്നോ രണ്ടോ രാജസ്ഥാനത്തൊക്കെ വന്ന ആൾക്കാർ, പ്രവാചകനാകട്ടെ പുരോഹിതനാകട്ടെ, ഈ അഭിഷേകങ്ങളുള്ള ഒരാൾ പോലും ഈ ലോകത്തൊന്നും നേടിയില്ല. പ്രവാചകന്മാരൊക്കെ എങ്ങനെ മരിച്ചെന്നറിയത്തില്ല. മോശ കനാൻ ദേശത്ത് ചെന്നില്ല. എബ്രഹാം ടെന്റ് അടിച്ച് അവിടെ എവിടെയും താമസിച്ചു. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് അവർക്ക് ലോകം അന്യമായിരുന്നു. ലോകം അന്യമായിരുന്നു. അതാണ് ഈ ഫെയ്ത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. വി ബിക്കം ഏലിയൻസ് ഇൻ ദിസ് വേൾഡ്. ആ ഒരു പവറാണ്, അങ്ങനെ ജീവിക്കാനുള്ള ഒരു പവറാണ് ആത്മശക്തി എന്ന് പറയുന്നത്. ആത്മശക്തി എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏലിയൻസ് ആയിട്ട് ജീവിക്കാനുള്ള പവർ. ആ പവർ അല്ല നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഡ്രം അടിക്കുമ്പോഴേക്കും നമുക്ക് തോന്നുന്ന വൈബ്രേഷനെയാണ് നമ്മൾ ആത്മശക്തിയായിട്ട് കാണുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഉന്മാദത്തിലോട്ട് കയറിയാൽ ആത്മാവ് ഇറങ്ങിയെന്നാണ്. നോ. ഈ ലോകത്തെ നിഷേധിക്കണമെങ്കിൽ, ഈ ലോകത്തിന്റെ മഹത്വത്തെ നോ എന്ന് പറയണമെങ്കിൽ, കാറ്റുപോലെ പോകണമെങ്കിൽ, അൺസർട്ടനിറ്റിയുടെ മുമ്പിലേക്ക് ധൈര്യമായിട്ട് പിതാവിന്റെ കൈ പിടിച്ചിട്ട് കർത്താവിനെ കൺഫസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവ് വേണം. പരിശുദ്ധാത്മാവ് അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ, വെദർ വി ആർ ഇൻ ദ കിങ്ഡം ഓർ നോട്ട് എന്ന് മനസ്സിലാവും. അതുപോലെ ധനവാനായ ഒരു മനുഷ്യൻ, ഞാൻ ആലോചിക്കാറ് നിങ്ങളുടെ പ്രത്യാശ ഇന്ന് പൊളിക്കണോ അതോ പണിയണോ? കാരണം നാളെ ഒരു ദിവസം കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് പൊളിച്ചിട്ട് നാളെ പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാത്രി എങ്ങാനും കർത്താവ് വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. ഒരു ധനവാനായ മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് ചെന്നു. കർത്താവിനോട് പറഞ്ഞു, ഈ ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യം അങ്ങനെ ഒരു വലിയ പ്രശ്നമാണ്. കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ മതി. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ട് എല്ലാം അനുസരിക്കുന്ന. എല്ലാവരുടെയും വിചാരം അങ്ങനെയാട്ടോ. നമ്മുടെ വിചാരം നമ്മൾ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നതാണ്. അങ്ങനെ ഒരു ചിന്തയുണ്ട് നമുക്ക്. നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചിന്തയാണ് കൽപ്പന അനുസരിച്ചു. അപ്പൊ ഞാൻ പറയും, ഞാൻ വേറൊരു പരമ്പരാഗത വിശ്വാസം വിട്ട് നിന്റെ കൽപ്പന അനുസരിച്ച ആളാണ്. പിന്നെ ചർച്ചിലൊക്കെ മുടങ്ങാതെ പോകുന്നുണ്ട്, ടൈറ്റ് ഇടേണ്ടടുത്ത് കൃത്യമായിട്ട് ഇടുന്നുണ്ട്, ക്ഷയിക്കാൻ്റെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നുണ്ട്, സമാധാനമായിട്ട് ഒരു വഴക്കുണ്ടാക്കാതെയാണ് ജീവിക്കുന്നത്. എന്നെ നീ കൊണ്ടുപോകാതിരിക്കുമോ? ഞാൻ അങ്ങനെ മാരക പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുപോലത്തെ ഒരാളായിരുന്നു ഈ ധനവാനായ മനുഷ്യൻ. ഞാൻ കാറ്റ് പോലെ എന്ന് പറഞ്ഞപ്പം ഈ കാനഡയിൽ ജോലി കിട്ടിയ സഹോദരന് ഇതുപോലെ വലിയ കൊയ്ത്ത് കിട്ടിയിട്ട് എന്റെ ബാക്കി എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഭയങ്കര കൊയ്ത്ത് കിട്ടി. മൂന്നാമത്തെ മാസം കർത്താവ് പറഞ്ഞു, എല്ലാം വിട്ടിട്ട് നീ ഇറാഖിൽ സുവിശേഷ വിലയ്ക്ക് പോക്കോളാൻ. അവൻ പറഞ്ഞു, 2 വർഷം എന്റെ ലോൺ ഒന്ന് ക്ലിയർ ചെയ്യും. എന്റെ അപ്പന്റെ ചേട്ടന്റെ സ്ഥലം പണയം വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്. കർത്താവ് പറഞ്ഞു, കലപ്പമേ കൈവച്ചിട്ട് മുന്നോട്ട് നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നില്ല. ജോലി രാജിവെച്ചു, എല്ലായിട്ടും പോയി. ക്യാൻസർ അവിടെ കിടക്കുകയാണ്. പത്രോസിനെ പോലെ മൈൻഡ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാജാവ് പിന്നെ പറയും. ഈ രാജാവ് പറയുന്നത് കേട്ടേ പറ്റൂ. റിസൈൻ ചെയ്തവൻ ഇറാഖിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവിടുത്തെ വില്ലേജുകളിൽ ചെന്നപ്പം അവിടെ പല ആൾക്കാരും ഇയാളെ സ്വപ്നം കണ്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് പറയാൻ വരും. അപ്പൊ ദൈവം കരുതി ഒരുക്കി വെച്ചിരിക്കുക, ഒരു വലിയ കൊയ്ത്ത് കൊടുത്ത് കൊയ്ത്തിനകത്ത് വലിച്ചിറക്കി. എന്നിട്ട് ദൈവം വീട്ടിലെ പ്രശ്നം പരിഹരിച്ച് എങ്ങനെയെന്ന് ചെയ്യുന്നു. അവിശ്വാസിയായ നിരീശ്വരവാദിയായ ഒരു ചേട്ടന് അവന് നല്ലൊരു ജോലി കൊടുത്തു. വിടുതൽ ആർക്കാ പോയെന്നറിയാം? ഈ വിടുതൽ, ലോകത്തിന്റെ പങ്ക് അവിശ്വാസിയായ ചേട്ടനാ പോയത്. നല്ലൊരു ജോലി കൊടുത്തു, വീടിന്റെ കാര്യമൊക്കെ. അമ്മയുടെ ക്യാൻസർ ദൈവം സൗഖ്യമാക്കി കൊടുത്തു. ഇപ്പൊ ക്യാൻസർ ഇല്ല. ഇവനെ ചെയ്യിപ്പിച്ചില്ല. ബിക്കോസ് ഹീസ് ഇൻ ദ കിങ്ഡം, ഹീസ് ലൈക്ക് വിൻഡ്. ഇത് നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമുക്ക് കാറ്റ് പോലെ ആണെന്ന് തോന്നുള്ളൂ, അല്ലാതൊന്നും തോന്നുന്നില്ല. അല്ലാതെ തോന്നുന്നത് ലോകത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുകയും ആ ലോകത്തിന്റെ ആത്മാവ് തന്നെ പല ശുശ്രൂഷകരിലൂടെ ഇന്നുയർച്ച വരും, നാളെ ഉയർച്ച വരും, നാളൊരു വലിയ കൊയ്ത്ത് കിട്ടും എന്ന് പറയുമ്പോൾ
നമ്മൾ കല്ല് പോലെ സെറ്റിലാകാൻ ആഗ്രഹിക്കും. വീട് വെച്ച് അതിന് മുമ്പിലിരുന്ന് എങ്ങും പറക്കില്ല, നമ്മൾ എങ്ങോട്ടും പറക്കില്ല. നമ്മൾ എവിടെയെങ്കിലും സെറ്റിൽ ആകാൻ വേണ്ടി, കല്ല് പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറയും, കാറ്റ് പോലെ ആകാതെ ദൈവരാജ്യത്തിൽ വരാൻ പറ്റിയില്ല. നമ്മൾ പിടിച്ചു വെച്ച് കല്ല് പോലെ ആയിക്കൊണ്ടിരിക്കണം. പിടിച്ചു വെച്ച് കല്ല് പോലെ ആവണം. കർത്താവ് പറയും, എടാ കാറ്റ് പോലെ ആവും, എന്നെ കല്ല് പോലെ ആക്കുന്നതിനായി സ്തോത്രം. നമ്മൾ സമ്മതിക്കില്ല. കാരണം നമ്മുടെ രാജ്യം നന്നാകാൻ വേണ്ടി ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വിശാലമായ വഴിയിലൂടെ, മീൻ പിടിക്കുന്ന വഴിയിലൂടെ, നമ്മൾ മീൻ പിടിക്കാൻ നടക്കുന്ന വഴിയിലൂടെ കർത്താവ് വന്ന് എന്റെ വഴി കുറച്ചും കൂടെ വിശാലമാക്കി, കുറച്ചും കൂടെ മീനിനെ പിടിച്ചു തന്ന് എന്റെ വിശാലമായ വഴിയിലൂടെ കർത്താവ് നടക്കും. അപ്പൊ കർത്താവരുടെ നിന്റെ വിശാലമായ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നേ, എന്റെ ഇടുക്ക് വഴിയിലൂടെ നിന്നെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി. ഈ ധനവാനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് കർത്താവ് കുറെ കൽപ്പനകളൊക്കെ പറഞ്ഞു. ഇവൻ അനുസരിക്കുമോ? എല്ലാം പാവം, കഷ്ടപ്പെട്ട് അനുസരിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യൻ. ധനമുണ്ടെന്നുള്ളൊരൊറ്റ കുഴപ്പമുള്ളൂ, നമ്മൾ നോക്കും. ഇവരോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. അപ്പോ ശരിക്കും പറഞ്ഞാൽ കുറവെന്ന് പറഞ്ഞാൽ പണമല്ല, ഒരു കുറവുണ്ട്. ആ കുറവ് എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു കുറവില്ലെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ വരണം, നിനക്ക് സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട്. പറയാം, അയ്യോ അത് പറ്റത്തില്ല, അതിന് കർത്താവ് പറഞ്ഞിട്ടില്ല, അപ്പം കുറവുണ്ട്. ഇതാ കർത്താവ് പറയുന്ന ആർഗ്യുമെന്റ്. അവന് വളരെ സ്വത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നു. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കുഴയിൽ കിടക്കുന്നത്. ഈ സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിയോളജിയന്മാർ പല ഉത്തരങ്ങളും കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി കേട്ടോ. ഈ തിയോളജിയന്മാർ മുഴുവൻ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു, യെരുശലേമിലെ ഇങ്ങനെ സൂചിക്കുഴ എന്നും പറഞ്ഞ ഒരു ഗേറ്റ് ഉണ്ട്, അതിലേക്ക് കടക്കുമ്പോൾ ഒട്ടകം ഒന്ന് കുനിഞ്ഞു കൊടുക്കണം, അത്രയും. സൂചിക്കുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകത്തിന് വേണേ കയറാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ കയറാം. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് മിക്കാറും അങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് നീ ഒരു തീരുമാനം എടുത്താൽ, നിനക്ക് ഇത്തിരി കുഞ്ഞു കൊടുത്താൽ, ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ, ഇത്തിരി തീരുമാനം എടുത്താൽ നിനക്ക് ഇതാ ദൈവരാജ്യത്തിനകത്തോടെ കയറാം എന്ന് നമ്മൾ അവനെ വേണ്ടി പഠിപ്പിക്കുന്നു. പക്ഷെ സഹോദരങ്ങളെ, അത് വില്യം ബാർക്ലേ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ചതാണ് ഈ സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു ഗേറ്റ്. അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു വരുത്തിയത്. ശരിക്കും സൂചിക്കുഴ എന്ന് പറഞ്ഞത് സൂചിക്കുഴ തന്നെയാണ്. അതൊരു വലിയ അതിശയോക്തിയാണ്. കർത്താവ് ഒരു അതിശയോക്തിയാണ്, ഹൈപ്പർബോളെ ആയിട്ട് പറഞ്ഞാണ്. ഒരു ദൈവരാജ്യത്തിൽ ഒരു ധനവാൻ കയറില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായത് അങ്ങനെയല്ല. നമുക്ക് മനസ്സിലായത് ദൈവരാജ്യത്തിൽ ധനവാന്മാർ കയറില്ല. കാരണം നമ്മൾ ഒട്ടകത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടകമാണല്ലോ ധനവാൻ. ഈ ധനവാൻ ദൈവരാജ്യത്തിൽ കയറുകയല്ല നമുക്ക് തോന്നാൻ കാരണം ഒട്ടകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. പക്ഷെ ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരുന്ന ഒട്ടകത്തെയല്ല, സൂചിക്കുഴയാണ്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ ഒട്ടകത്തെ നോക്കിക്കൊണ്ട് പറയാണ് ധനവാന്മാരാരും കയറില്ല. ശിഷ്യന്മാർ സൂചിക്കുഴയെ നോക്കിയിട്ട് പറയാണ് ആരും കയറാം. ശിഷ്യന്മാർ പറഞ്ഞ അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കും പറ്റും? ആർക്കും പറ്റില്ല. ധനവാനൊരു ഒട്ടകമാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണ്, കയറില്ല. ഒരു പുഴുവെങ്കിലും ആണ്, കയറില്ല. ഒരുത്തനും കയറില്ല എന്നാണ് അവിടെ മറുപടി. കർത്താവ് പറയുന്നത് മനുഷ്യരാൽ അസാധ്യമാണ് സൂചിക്കുഴയൊക്കെ കയറുക. അതല്ലാതെ യെരുശലേം ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സൂചിക്കുഴയൊന്നുമില്ല. ഈ സൂചിക്കുഴയിൽ ഒരു മനുഷ്യൻ കയറുക എന്ന് പറയുന്നത് അസാധ്യം. എന്നാൽ ദൈവത്തെ കൊണ്ടത് സാധ്യം. ഇതാണ് വിശ്വാസത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. ഗോഡ് ക്യാൻ മേക്ക് യു ലൈക്ക് വിൻഡ്. വിൻഡ് ക്യാൻ പാസ് ത്രൂ ദ ഐ ഓഫ് ദ നീഡിൽ. ഇഫ് യു ഡു നോട്ട് ബിക്കം ലൈക്ക് വിൻഡ്, യു വിൽ നെവർ പാസ് ത്രൂ ഇറ്റ്. നമ്മൾ എത്ര തുള്ളിച്ചാടിയാലും എത്ര മറിഞ്ഞാലും കാറ്റ് പോലെ ആകുന്നില്ലെങ്കിൽ, സൂചിക്കുഴയുടെ കയറിയില്ലെങ്കിൽ, നമ്മൾ പൂച്ചയായാലും പുഴുവായാലും ഒട്ടകമായാലും ആനയായാലും കയറില്ല. നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ചർച്ചില് നമ്മൾ കാറ്റ് പോലെ ആകുന്നതിന് പകരം ഈ സൂചിക്കുഴ വലുതാക്കി വലുതാക്കി തിമിംഗലങ്ങൾക്ക് വരെ കയറി ഇറങ്ങാവുന്ന രീതിയിലാക്കി നമ്മൾ ചർച്ചിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ കാറ്റ് പോലെ ആവുന്നതിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നതേ ഇല്ല. നമ്മൾ വിലയേറിയ ആത്മാക്കളും ധനമുള്ള ആത്മാക്കളും കഴിവുള്ള ആത്മാക്കളെല്ലാം സഭയ്ക്കകത്ത് വരാൻ വേണ്ടി ഈ സൂചിക്കുഴ വലുതാക്കി വെച്ചിരിക്കുന്നതല്ലാതെ നമ്മൾ കാറ്റുപോലെ ആവുന്നതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രശ്നം. ഞാൻ രക്ഷിക്കപ്പെടുന്ന കോളേജ് പഠിക്കുന്ന സമയത്താണ്. ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോഴാണ്
ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുക. അതാണ് എന്നോട് സുവിശേഷം പറഞ്ഞ ആൾ പറഞ്ഞത്. അപ്പൊ ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സാക്ഷ്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ഒന്ന് പറഞ്ഞു, യേശുവിനെ നീ രക്ഷകനായിട്ട് മാത്രം സ്വീകരിച്ചാൽ പോരാ, കർത്താവായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, എന്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു. വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. ഹി ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഗ്രീറ്റിംഗ്. നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ പറയും. അപ്പൊ ആ പുള്ളി പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഈ രക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമുക്ക് പാപമോചനം നൽകുന്ന ദൈവം, നമ്മളെ പാപത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവ്. അപ്പൊ സാൽവേഷൻ, സേവിയർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ദ ലോർഡ് എന്നുള്ള കാര്യം അതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ, ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ കർത്തൃത്വം ഡിമാൻഡ് ചെയ്യുകയാണ്. ഈ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹീ ഈസ് ദ മാസ്റ്റർ ആൻഡ് ഹീ ഈസ് ദ ലോർഡ്. ഞാനല്ല, ഞാൻ എന്നെ അബാൻഡൻ ചെയ്യണം. എനിക്ക് ശിഷ്യനായിരിക്കാൻ പറ്റുമോ? എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, പല മോഹങ്ങളുണ്ട്, പ്ലാനുകളുണ്ട്. അപ്പൊ യേശു കർത്താവായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാറ്റുപോലാവും. ഞാൻ എന്തായിത്തീരുന്നു എനിക്ക് അറിയത്തില്ല. I then step into a zone of uncertainty. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു, ടെൻഷൻ അടിച്ചു. കാരണം എനിക്ക് യേശു കർത്താവെന്ന് ചുമ്മാ പറയാൻ എളുപ്പമായിരുന്നു. കർത്താവെ എന്ന് കൺഫസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ശരിക്കും കർത്തൃത്വത്തിന്റെ കീഴോട്ട് വരുമ്പോൾ ഐ വാസ് സ്കേർഡ്. എന്റെ പേടി, ഈ പുതിയ നിയമത്തിൽ കർത്താവ് പല സ്ഥലത്തും പറയുന്ന പോലെ എന്നോട് കർത്താവ് പറയാണ്, നീ വിട്ടുപോരെ, പടക് വിട്ടുപോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി പഠനം 2-ാം വർഷം കൊണ്ട് അവസാനിക്കുമോ? എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ പോവുക സുശേഷയിലേക്ക് എന്ന് പറയാൻ പറ്റുമോ? They are unbelievers at that time. പറയാൻ പെർമിഷൻ കിട്ടുമോ? അതോ പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും. അപ്പൊ അപ്പനും അമ്മ എന്നെ അന്വേഷിച്ച് നടക്കും, ഫോണില്ല, ഒന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അപ്പേടിച്ചത്. കാരണം when the Lord becomes your Lord really in every essence, in the correct sense of the term, ഞാൻ ഭയപ്പെട്ടു, പേടിച്ചു. ഞാൻ കർത്താവെന്ന് കൺഫസ് ചെയ്യാൻ ഭയപ്പെട്ടു. എന്നിട്ട് അടുത്ത അവധിക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഡോണ്ട് വറി, ഞാൻ ഒരു പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് പോയി കാണുമായിരിക്കും. പെർമിഷൻ ചോദിക്കാൻ അവസരം തന്നു. എനിക്ക് അതൊന്നും പറയണമായിരുന്നു. എന്നിട്ടേ കർത്താവ് ഞാൻ കൺഫ്യൂസ് ചെയ്തുള്ളൂ. കാരണം എനിക്ക് ഈ കർത്തൃത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും, എൻ്റെ ദൈവം എങ്ങനെ നടക്കാനാ പരിപാടി എന്ന് ചിന്തിക്കരുത്. ബിക്കോസ് ഇഫ് യു റിയലി ഡിസയർ ഇറ്റ്, ഈ ദൈവരാജ്യം ബലാത്കാരികൾ ബലമായി പിടിച്ചെടുക്കുന്നതാണ്. ദൈവം നമ്മുടെ രാജാവായി വരുന്നത്, ഈ ലോകത്തിന്റെ മോഹം വെച്ച് നമ്മളെ മോഹിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. അത് വേറൊരു നമുക്ക് കാണാൻ പറ്റാത്ത, ആത്മാവിൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന നിത്യമായ തേജസ്സുള്ള ഒരു രാജ്യം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ കർത്താവ് നമ്മളെ മോഹിപ്പിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് ദ കിങ്ഡം. ഞാൻ ഒരു ദിവസം ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് ഞാൻ പ്രസംഗിക്കാനല്ല, ഒരു മിഷൻ മീറ്റിങ്ങിന് വേണ്ടി പോയത്. അപ്പൊ അവിടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പ്രസംഗകൻ അവിടെ വന്നിരുന്നു. അദ്ദേഹമാണ് ഇനാഗുറൽ സെഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ രാജാവിന്റെ മക്കളാണ്. ഇപ്പൊ ദൈവരാജ്യമാണെങ്കിൽ, നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജാവിന്റെ മക്കളാണല്ലോ, അല്ലെ? രാജാവിന്റെ മക്കളാണ് നമ്മൾ. രാജാവിന്റെ മക്കളെ പോലെ ജീവിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ മൊബൈൽ ഫോൺ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ കാറ് ഏറ്റവും നല്ല രാജാവിന്റെ മകൻ നടക്കുന്ന പോലെ വേണം ഇവിടെ നടക്കാൻ. ഞാൻ ഉടനെ കൈപൊക്കി അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട് പാസ്റ്റർ,
പുള്ളി ചോദിച്ചു, എന്താണ് പറയും? ഏത് രാജാവിന്റെ മകൻ എന്നാണ് സംശയം. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാം, ഈ ലോകത്തിന്റെ മഹത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ രാജാവാണോ? അതോ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ് നഗ്നനായി ഒന്നുമില്ലാത്തവനായി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു എന്ന രാജാവിനെയാണോ ഉദ്ദേശിച്ചതെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ പ്രസംഗം മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി. അപ്പൊ ഈ ഓർഗനൈസേഴ്സ് ഓടി എൻ്റെ അടുത്ത് വന്നു, ഇപ്പൊ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ സംസാരിക്കാം. പിന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുമായിരുന്നു, എപ്പം ഞാൻ കൈവെക്കുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇത് വലിയൊരു ഇടർച്ചക്കല്ല് കൊണ്ടുപോയി പുള്ളിയുടെ മുമ്പിൽ വെച്ച പോലെ ആയിപ്പോയി. അവസാനം ഇന്റർവെൽ, നമുക്കൊരു ബ്രേക്ക്, ടീ ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഈ പ്രസംഗം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി ചോദിച്ചു, നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ വന്നിട്ടില്ല. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനോട് സാത്താൻ പറഞ്ഞ അതേ പ്രസംഗമാണ് നിങ്ങൾ ഈ 1.5 മണിക്കൂറായിട്ട് ഈ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കള്ളപ്രസംഗത്തിലൂടെയാണ്. They promise you the world that's already under condemnation. They promise you a glory that's already condemned. ഇത് പിടിച്ചോ, ഇതാ പിടിച്ചോ, ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് these people are deceiving you, making you fools. ദൈവത്തിന്റെ രാജ്യം അഴിഞ്ഞു പോകുന്ന ഒരു പട്ടണമല്ല. ഇറ്റ്സ് an eternal kingdom full of glory. അത് കണ്ടിട്ടാണ് അനേകം രക്തസാക്ഷികൾ ഉണ്ടായത്. അത് കണ്ടിട്ടാണ് അനേകം മിഷണറിമാരുണ്ടായത്. അത് കണ്ടിട്ടാണ് ഈ ലോകം ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായത്. അത് കണ്ടിട്ടാണ്, ആ വാഗ്ദത്തം കാണുമ്പോഴാണ് നമ്മൾ കാറ്റ് പോലെ ആകുന്നത്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മള് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരാളെ, അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ആരെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ജാഗ്രത വേണമെന്ന് തോന്നും. തീർച്ചയായിട്ടും പാകിസ്ഥാനിലുള്ള ആളെ കുറിച്ച് ഇന്ത്യക്കാർക്ക് എപ്പോഴും സംശയമാണ്. അതുകൊണ്ട് അവരെ കുറിച്ചായിരിക്കും കൂടുതൽ ആശങ്കയുള്ളത്. ഒരു അമേരിക്കൻ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഗമയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഒരു ഗ്ലോറി ഉണ്ട്, ലോകത്തിന്റെ ഗ്ലോറിയാണ്. ഏത് സമയത്ത് പോകുന്നൂടെ തമ്പുരാൻ മാത്രം അറിയാം. എന്നാൽ അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയെടുത്തതാണ്, മാനുഷികമാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ ഗ്ലോറിയാണ് ആളുകൾ കാണുന്നതെങ്കിലും അത് ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അത് ഉൾക്കണ്ണുണ്ടെങ്കിലേ കാണാൻ പറ്റൂ. അത് ആത്മാവ് നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രമേ ഈ നശിച്ചു പോകുന്ന ലോകത്തിനപ്പുറത്ത് ഒരു ഗ്ലോറി ഉണ്ടെന്ന് കാണാൻ പറ്റൂ. അനദർ ഗ്ലോറിയസ് കിങ്ഡം. അത് എബ്രഹാം കനാനിലെത്തിയപ്പോഴും തോന്നിയതാണ്. ദൈവം ശില്പിയെ പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നാട്. അതുകൊണ്ട് ഇവിടെ ടെന്റ് മതി, നമുക്കിവിടെ ടെന്റ് മതി. കാരണം ഇതിനപ്പുറത്ത് അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരമുണ്ട്. അത് ദൈവം ശില്പിയായി പണിയുന്ന നഗരം, അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങളുള്ള നഗരം. ഈ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ക്രിസ്ത്യൻസ്, വി ആർ ജസ്റ്റ് ചർച്ചിയൻസ്. ചർച്ചിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, പക്ഷെ കർത്താവ് ആരാന്ന് അറിയാൻ പറ്റത്തില്ല. ചർച്ചിയൻസ്, അവർക്ക് ചർച്ചിനോട് ഭയങ്കര സ്നേഹമാണ്. ചർച്ചിന്റെ എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും, അവര് ചർച്ചിൽ നടക്കുന്ന ഓരോ ഫങ്ഷൻസിനും ഏറ്റവും മുന്നിലുണ്ട്. പക്ഷെ ക്രിസ്തുവായിട്ട് ബന്ധമില്ല, വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, മരിക്കാൻ പേടിയാണ്. ഈ ലോകമാണ് ആശ്രയം, സങ്കേതം. പക്ഷെ ചർച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ്. എന്താ ഹോസ്പിറ്റാലിറ്റി, എന്താ കെട്ടിപ്പിടുത്തം, എന്താ ഉമ്മ വയ്ക്കല്, എന്താ ആവേശം, മീറ്റിംഗ്, പ്രോഗ്രാം, മിനിസ്ട്രി, റോഡ് സൈഡ് മിനിസ്ട്രി, ഈവാഞ്ചലിസം. ക്രിസ്തുവായിട്ട് ബന്ധമില്ല, വാഗ്ദത്തങ്ങളിൽ വിശ്വാസമില്ല. ഞാൻ ഇന്ന് നിങ്ങളെ സൂചിക്കുഴയിലൂടെ കടത്തിവിടാൻ ശ്രമിക്കാം. ഓക്കെ, കിടക്കുന്നുള്ളവരെല്ലാം സ്തോത്രം ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് കാറ്റ് പോലെ ആകണമെന്ന് മനസ്സിലാക്കി, ബാക്കി നാളെ. ഓക്കെ, ഈ സൂചിക്കുഴ, അതായത് ധനവാനായ മനുഷ്യൻ കണ്ട സൂചിക്കുഴ, ആ സൂചിക്കുഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നത്, ദൈവത്തിന്റെ നീതി, രാജ്യവും നീതി.
ഇവൻ ചെയ്ത പ്രവൃത്തികളൊന്നും ഇവനെ നീതിമാനാക്കിയില്ല. അവന് ആ സൂചിക്കുഴലിൽ കിടന്നാലേ നീതിമാനാവുമായിരുന്നു, പെർഫെക്റ്റ് ആവുമായിരുന്നുള്ളൂ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പരിപൂർണനല്ലാത്തതൊന്നും സ്വർഗത്തിലേക്ക് പോകില്ല. only the perfect will go to heaven. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഹൃദയത്തിലേക്ക് എഴുതിക്കോ. anyone with imperfection will not go to heaven. അപ്പൊ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ പറയായിരിക്കും, ഞങ്ങളെല്ലാം ഇംപെർഫെക്റ്റ് അല്ലേ? അതാണ് പ്രശ്നം. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന അന്ത്യം മോമെന്റ് വരെ അവൻ ഇംപെർഫെക്റ്റ് തന്നെയാണ്. പെർഫെക്റ്റ് ആയത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ താനും. കാരണം ഇംപെർഫെക്റ്റ് ആയ ഒന്നിനെയും ദൈവത്തിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ശരിക്കും പാപികളാണെന്ന് നമുക്കറിയത്തില്ല. എന്തുമാത്രം പാപികളാണെന്നും അറിയത്തില്ല. അത് ഈ ധനവാനും അറിയത്തില്ല. ധനവാൻ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന ഹി വാസ് റൈച്ചസ്. നിക്കോദമോസ് അങ്ങനെ തന്നെ വിചാരിച്ചോണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. മിക്കവാറും വിശ്വാസികളെല്ലാം വിചാരിക്കുന്ന ഒരു 35 മാർക്കാണ് പാസ് മാർക്കെങ്കിൽ ഞാനൊരു 32 വരെ അധ്വാനിച്ച് സമ്പാദിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഉപവാസ പ്രാർത്ഥന തീരുമ്പോഴേക്കും ഞാനത് 35 ആക്കി എടുത്ത് ഞാൻ പാസ്സാവും എന്ന് ചിന്തിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്വർഗത്തിൽ പോകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2 അടി മുമ്പോട്ട് വെച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഒന്നും കൂടെ ആഞ്ഞു പിടിച്ചാൽ പോവാം. അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ ആദ്യം ഡിസപ്പോയിന്റ് ചെയ്യട്ടെ, നിങ്ങൾ എത്ര ആഞ്ഞു പിടിച്ചാലും പോകാൻ പോകുന്നില്ല. കാരണം ഇതൊരു സൂചിക്കുഴയാണ്. ഇനി ഞാൻ 2003 മനസ്സിലാക്കിയ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊരു മനുഷ്യൻ വന്ന് ചോദിച്ചു, ചെയ്സ നീ എൻ്റെ ബന്ധുവാണ്, എന്നോട് ചോദിച്ചു, ചെയ്സ നീ ദൈവകൽപ്പനകളെല്ലാം അനുസരിക്കുന്നു? ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടതിന്റെ ചൂടാണ്. 96 ഞാൻ സ്നാനപ്പെട്ടപ്പോൾ 7-8 വർഷമായി. ഇവരെല്ലാം സ്നാനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ അത് ഞാനോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കും? അദ്ദേഹം സ്നാനപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു, ഈ സ്നാനപ്പെടുന്ന കാര്യം ചർച്ച പോകുന്ന കാര്യം അല്ല ഞാൻ ചോദിച്ചത്. യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കൽപ്പന മോൻ അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കി. നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളെ ചെയ്തിട്ടില്ല. സഹോദരനെ നിസ്സാരാന്ന് വിളിച്ച് മൂടാന്ന് വിളിച്ച അഗ്നിനരകത്തിന് ഇരയാകും. പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇനി കർത്താവ് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ ആരെ വിളിക്കണം? വഴിയിരിക്കുന്ന കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെയും വിളിച്ചു. ഞാൻ ചെയ്തിട്ടില്ല. സുവിശേഷം വേലയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് എടുക്കരുത്, അഡീഷണൽ ഡ്രസ്സ് എടുക്കരുത്, ബെൽറ്റ് എടുക്കരുത്, ബാഗ് എടുക്കരുത്. അനുസരിച്ചിട്ടില്ല. എവിടെ പോയാലും ഒരു ബാഗ്. നിന്റെ സ്വത്തെല്ലാം മറ്റു ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ നിഗമിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. നിന്റെ പുതപ്പ് ചോദിക്കുന്നതിന് ഉടുപ്പും കൂടെ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന ആൾ വിളിച്ചിട്ട് ചാർജറോടെ കൊടുത്തു വിടുക, കൂടെ കൊണ്ടുപോയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കാർ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിന് ഒറിജിനൽ താക്കോൽ കൊടുത്തിട്ട് പറയുന്നത് ഇതും കൊണ്ട് പോയിക്കോ. ഇതതിന്റെ ആ ബുക്കും രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം, ഇൻഷുറൻസ് പേപ്പറുകളെല്ലാം എനിക്ക് ഇതായെടുത്തോ എന്ന് പറയുക. അനുസരിച്ചിട്ടുള്ള ആരെങ്കിലും സാറിന് സൂചിക്കുഴ. ഇതുവരെ വളരെ എളുപ്പമല്ലായിരുന്നോ? വളരെ എളുപ്പമായിരുന്നു. മര്യാദക്കാര്, വഴക്കുണ്ടാക്കാത്തവർ, ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ. പക്ഷെ സൂചിക്കുഴ, ഈ കർത്താവ് പ്രസന്റ് ചെയ്യുന്ന മുഴുവൻ സൂചിക്കുഴയാണ്. ഗോസ്പൽ മൊത്തം. ഞാൻ 2003 ഇങ്ങനെ തലകറങ്ങി. എന്റെ കർത്താവ്, ഒറ്റ കൽപ്പന പോലും അനുസരിക്കാതെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ കുറെ കൽപ്പനകൾ കണ്ടുപിടിച്ച് ആശ്വസിക്കും. മീശ പഠിച്ച് ക്ലീൻ ഷേവായി, ആഭരണം ഊരി, വെള്ള വസ്ത്രമൊക്കെ ഇട്ട്, ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട്, ഞാൻ കുറച്ച് ഉപവാസമൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു നീതി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയും, ഞാൻ അനുസരിക്കുന്നുണ്ട്, വില കൊടുത്തവനാണ്. നത്തിങ് ബിഫോർ ദ ലോർഡ്. പിന്നെ 10% കൊടുത്തിട്ട് പറയും ഞാൻ പൈസ കൊടുക്കുന്നു, ബാക്കി 90 അടിച്ച് പൊളിച്ചു. എന്റെ ലക്ഷറിക്ക് വേണ്ടി എല്ലാം ചെലവാക്കി. പക്ഷെ 10% കൊടുത്തവൻ ഞാൻ.
അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന സൂചിക്കൂഴ നമ്മൾ വിട്ടിട്ട് എന്റെ നീതി എന്ന ഹൈവേ തെരഞ്ഞെടുത്തു. അനേകർ പാസ് ചെയ്യുന്ന ഹൈവേ തെരഞ്ഞെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നീതിമാനാണ്, സ്വർഗത്തിൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? എനിക്കറിയാം വലിയൊരു പങ്ക് ആൾക്കാരുടെ പ്രത്യാശപ്പെടുന്നത്. പക്ഷെ അവിടെയാണ് ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് വാഗ്ദത്തങ്ങളിൽ എബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കേണ്ടത്. എന്നാലല്ല, ദൈവത്തിന്റെ നീതിയാൽ, അവന്റെ കരുണയാൽ, അവന്റെ വാഗ്ദത്തങ്ങളാൽ, പുത്രത്വത്താൽ അവൻ എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റും. ഇത് ദൈവ വാഗ്ദത്തമാണ്. ഇപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ നീതിമേൽ ആധാരമായാൽ പൊളിഞ്ഞു. പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നീതിയുടെ ആധാരത്തിലായാൽ പൊളിഞ്ഞു. ഞാൻ സാധാരണ പറയുന്നത് ഈ നീതി എന്ന് പറയുന്നത് ഒരു മാങ്ങാണ്ടി പോലെയാണ്. മാങ്ങാപ്പഴം പോലെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് കേട്ടോ അതിന്റെ എന്നെനിക്ക് തോന്നുന്നത്. അത് ഇത്തിരി ഗമയോടെ തന്നെ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ അത് മാങ്ങാപ്പഴം പോലെയാണ്. നമ്മൾ ഭയങ്കര ആർത്തിയോടെ ഇത് ഭക്ഷിക്കും, എല്ലാവരും പറയും കഴിക്കും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ തീർക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, കാരണം നടുക്ക് മാങ്ങാണ്ടിയുണ്ട്. ന്യായപ്രമാണം എപ്പോഴും അങ്ങനെ പകുതി തിന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ പൂർത്തിയാക്കുന്ന ഒരു ഫീലിംഗ് ആണ് തന്നെ. ഈ മാങ്ങാപ്പഴം മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മാങ്ങാണ്ടിയിലുള്ളത് കൂടെ ഒരു കത്തി വെച്ച് ചെത്തി പൂടി അടിച്ച് പറിച്ച് നമ്മുടെ ഫിനിഷ് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് നമുക്ക്. പക്ഷെ കൽപ്പന എന്ന് പറയുന്നത് അതിന്റെ കാതലായത്, വിത്തുള്ളത്, ജീവനുള്ളത് വിട്ടേക്കുക. പുറമേ ഉള്ളതിലല്ല, ജീവൻ അകത്തുള്ളതിനകത്ത് ജീവൻ പ്രാപിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു ഞാൻ ഈ ന്യായപ്രമാണം പൂർത്തിയാക്കാൻ വന്നതാണ്. കാരണം മാങ്ങാണ്ടി ആരും കഴിച്ചിട്ടില്ല, ആരെ കൊണ്ടും പറ്റില്ല. ജഡത്തിന്റെ ബലഹീന നിമിത്തം അവരെല്ലാം തോറ്റുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ന്യായപ്രമാണം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അതാണ് ഈ കർത്താവിന്റെ നീതി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളായില്ലേ ഇപ്പം. ഇനി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ 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 എന്ന് പറയുന്നത് മാറ്റിയിട്ട് കർത്താവെ നീ നടന്ന നടപ്പ് നിന്റെ നീ, എന്റെ പ്രവൃത്തിയാൽ വരാത്ത വിശ്വാസത്താൽ വരുന്ന, ഞാൻ മരിച്ചു ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള ഫെയ്ത്തിനാൽ മാത്രം എന്നിൽ വരുന്ന ആ അതിവിശിഷ്ടമായ നീതി എനിക്ക് തരണമേ. നിന്റെ സ്വഭാവമുള്ളവനാക്കി എന്നെ മാറ്റണം. എന്റെ ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, ഈ പാസ്റ്റർമാർ പറഞ്ഞ വാഗ്ദത്തങ്ങൾ മിക്കാറില്ല, ലോകത്തിന്റെ മോഹങ്ങൾ. ബി വാണ്ട്. എന്നോട് ഒരു 3-4 വർഷം ഒരു പ്രവാചകൻ പറഞ്ഞതാണ് 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ ഉയർത്താൻ പോവുകയാണ്. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇത് പിശാചിന്റെ പ്രലോഭനമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ശമരിയാക്കാരത്തിന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന കർത്താവിന്റെ സ്നേഹം. 100 ആടുകളുള്ള ഒരു മനുഷ്യന് ഒരാട് നഷ്ടപ്പെട്ടു പോകും. ആ 99 മരുഭൂമിയിൽ ഒരാട് കാണുന്നവരെ അതിന്റെ പിന്നാലെ നടക്കുന്ന സ്നേഹം. ചെയ്സിനെ പോലെ ഒരു മഹാപാപി അന്വേഷിച്ച് അനേകം നീതിമാന്മാരെ ഈ ലോകത്ത് വെറുതെ വിട്ടിട്ട് എന്റെ പിന്നാലെ എന്നെ കണ്ടെത്തുന്നവരെ നടന്ന സ്നേഹം. ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ പാപിയായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എന്നെ അന്വേഷിച്ച് എന്റെ അടുത്തേക്ക് ഇറങ്ങി വരുമായിരുന്ന ദൈവത്തിന്റെ സ്നേഹം. ഒരു ഷണ്ണന് വേണ്ടി മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഫിലിപ്പോസിനെ വിട്ട ദൈവത്തിന്റെ സ്നേഹം. ഈ ഒരു ഹൃദയം, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ഒരാൾക്ക് വേണ്ടി അലഞ്ഞു തിരിയാനുള്ള മൈൻഡ് എനിക്ക് കിട്ടുമോ പാസ്റ്റർ ഞാൻ ചോദിച്ചു. ദാറ്റ്സ് ദ റിയൽ പ്രൊമോഷൻ ഐ വാണ്ട്, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ദ thousands who gather around me, who's nothing. When I die, I don't take anyone around. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ പ്രവചിക്കുന്ന എല്ലാം നടക്കാറുണ്ട് പാസ്റ്ററെ, പക്ഷെ ഇത് ഏത് ആത്മാവിനാലാണെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു. ഇപ്പൊ അദ്ദേഹം പ്രവചിക്കുന്നില്ല, അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഈ ഒരു വലിയ വഞ്ചന, ലോകത്തിന്റെ വഞ്ചന, ആളുകളുടെ അംഗീകാരം എന്ന വഞ്ചന ഇന്ന് ഉയർത്തി പറയുന്നവർ നാളെ അതുപോലെ ചവിട്ടി താഴ്ത്തും. കാരണം ഹ്യൂമൻ ഒപ്പീനിയൻ ഇരുമ്പോലൊക്കെ അല്ലെന്ന് പണ്ട് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞിട്ടുണ്ട്. അത് ഇരുമ്പോലൊക്കെ അല്ല, വളയും.
ഇന്ന് നമ്മളെ അനുകൂലിക്കുന്നവർ നാളെ ഉണ്ടാവില്ല. ഇന്ന് ഓശാനെ വിളിച്ചവർ നാളെ ക്രൂശിക്കാൻ ആർത്തി വിളിക്കും. ഈ കാണുന്ന ആരവങ്ങളൊന്നും നമ്മുടെ കൂടെ നിൽക്കുന്നതല്ല, നിലനിൽക്കാത്ത ഒന്നിനു വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന ഈ ലോകത്തിന്റെ ആത്മാവ് ഇന്ന് സഭകളിൽ വളരെയധികം വ്യാപരിച്ചിട്ടുള്ളതുമാണ്. പ്രത്യാശയില്ലാത്തവരായി, ലോകത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി, ലോകത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവർ, അതിൽ പുകഴുന്നവരായി, അതിന് നന്ദി പറയുന്നവരായി നമ്മൾ മാറിയിരിക്കുന്ന ചർച്ചിലെ വർഷിപ്പ് എന്ന് പറയുന്നത് മൊത്തം ലോകത്തിന് നന്ദി പറയുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നടത്തി ഒരു ജോലി തന്നു. അപ്പൊ ജോലി തന്നു എന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം ചെയ്യുമ്പം ജോലി കിട്ടാത്ത ഒരാൾ അപ്പുറത്തിരിപ്പുണ്ട്. അവൻ കഷ്ടപ്പെട്ടാണ് ആമേൻ പറയുന്നത്. അവൻ ചോദിക്കാൻ, എന്നെ എന്താ ദൈവമേ സഹായിക്കാൻ ചോദിക്കാൻ. എല്ലാവർക്കും ഒന്നും ചാമ്യം പറയാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാവർക്കും ഒന്നും ചാമ്യം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആമേൻ എന്ന് പറയുമ്പോൾ അവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പറയാം, ആമേൻ. ഞങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് കർത്താവ് തന്ന നിത്യജീവന്റെ വാഗ്ദത്തമുണ്ട്. വി റിജോയ്സ് ഇൻ ദാറ്റ് ലോർഡ് ഓവർ ദാറ്റ് പ്രോമിസ്. ഇത് പറയണം. ഇതാണ് പുതിയ നിയമ വർഷിപ്പ്. വി വർഷിപ്പ് ടുഗദർ ആൻഡ് പ്രൊക്ലെയിം ദ സാൽവേഷൻ. കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്, യോഗ്യൻ, ബിക്കോസ് യു സേവ്ഡ് മീ. ആ സൂചിക്കുഴലിലൂടെ ഞാൻ കിടക്കുമാ, കാറ്റുപോലെ എന്നെ ആക്കുക. ആ ഒരു അത്ഭുതകരമായ വീണ്ടെടുപ്പ് എനിക്ക് തന്നതിനായിട്ട്, എന്റെ സ്വഭാവത്തെ മാറ്റുവാൻ, ക്രിസ്തുവിന്റെ മൈൻഡിനെ തരുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ആ വീണ്ടെടുപ്പിന്റെ ആ സന്തോഷം, വിക്ടറി, അതാണ് എന്നെ ആനന്ദിപ്പിക്കുന്നത്, സ്തോത്രം ചെയ്യിപ്പിക്കുന്നത്, ശുശ്രൂഷിപ്പിക്കുന്നത്, കാറ്റുപോലെയാക്കുന്നത്. ദൈവരാജ്യവും എന്റെ നീതി അന്വേഷിക്കുവാൻ എന്നെ സഹായിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയിൽ നിന്ന് പ്രാപിക്കുവാൻ, അങ്ങയുടെ മൈൻഡുള്ളവരാകുവാൻ, അങ്ങയുടെ രക്ഷ അനുഭവിക്കുവാൻ, വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രാജ്യവും നീതിയും മാത്രം ഞങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവെ, അങ്ങേ ബാക്കി എല്ലാ കാര്യങ്ങളിലും, ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും ആകുലത കൂടാതെ അങ്ങേ ട്രസ്റ്റ് ചെയ്തിട്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവെ അങ്ങയിലേക്ക് തിരിച്ചു വിടുവാൻ ആ അമിത പങ്ക്, വിശ്വാസത്തിന്റെ അമിത പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. ഞങ്ങൾ ഈ ലോകത്തെ അന്വേഷിച്ച് വഴിതെറ്റിപ്പോയി വിശാലമായ വഴിയിൽ അകപ്പെട്ട് നാശത്തിലേക്ക് പോകാം. ഇടുക്ക് വഴിയിലൂടെ, സൂചിക്കുഴയിലൂടെ കർത്താവ് അങ്ങയുടെ രാജ്യത്തിലേക്ക് കടക്കുന്ന, അങ്ങ് രാജാവായിരിക്കുന്ന ജനമാക്കി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.